മലയാള സിനിമയിൽ ഒരുപാട് വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റുകൾ മാത്രം ചെയ്തിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഇന്നലെ പറഞ്ഞല്ലോ ഇതൊരു ശരിയായ തീരുമാനമല്ല എന്ന് ആന്റണി ചേട്ടൻ പറഞ്ഞില്ല. ആന്റണി ചേട്ടൻ വലിയ സിനിമകൾ ഒരുപാട് മലയാളത്തിൽ ചെയ്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇവർ കമന്റുമായിട്ട് ഇറങ്ങി. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നു എന്നൊക്കെ ഞാൻ പേപ്പർ വായിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് തലപ്പത്തിരുന്ന ആൻഡോ ജോസഫ് അദ്ദേഹം ഈ തീരുമാനങ്ങളൊന്നും എടുക്കുമ്പം അദ്ദേഹം ഫിസിക്കലി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ലീവിലാണ്. ആ ലീവിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കറിയില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ എഫക്റ്റീവായിട്ട് ഇപ്പം പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന പലരും ഈ മീറ്റിങ്ങുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അതാ എനിക്ക് മനസ്സിലാകാത്തത്. കാരണം അദ്ദേഹം ഒരുപാട് സിനിമകൾ നിങ്ങൾക്കറിയാം, ആറാം തമ്പുരാൻ പോലെയുള്ള ലാലേട്ടനെ വെച്ചുകൊണ്ട് ഒരുപാട് വലിയ വലിയ സിനിമകൾ ഇറക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് രേവതി കലാമന്ദിർ എന്നാണ്. അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് നിങ്ങൾക്ക് മേനക സുരേഷ് കുമാർ എന്ന് പറഞ്ഞ് നിർമ്മാതാവ് എന്ന് വെച്ചിട്ട് പടം ചെയ്തിട്ടില്ലേ? ആ മേനക ചേച്ചി ഒരു ആക്ട്രസ് അല്ലേ? ആക്ട്രസിൽ നിന്ന് പ്രൊഡ്യൂസറായി മാറിയതല്ലേ? അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിയുടെ മകൾ ഒരു ആക്ട്രസ് അല്ലേ? പുള്ളിക്കാരി ഒരു സ്റ്റാർ അല്ലേ? നമ്മൾ അവരെ ഒന്നും കുത്തുന്നില്ല. കാര്യം നമുക്ക് അവരോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നടന്മാരെ കുത്താൻ വേണ്ടി പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ നമുക്ക് പ്രതിഫലം കുറയ്ക്കണം എന്നുള്ള കാര്യം അതാണ് പലപ്പോഴും നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത കണക്കുകളിലേക്ക് പോകുന്നതാണ് അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ സുരേഷ് ഏട്ടൻ പുറത്തുവിട്ടിരിക്കുന്ന സിനിമയുടെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് സത്യസന്ധമാണെന്ന് ആ നിർമ്മാതാക്കളൊന്ന് പറയട്ടെ. അത് പൈസ മുടക്കി പ്രൊഡ്യൂസർ അവർ തന്നെ പറയുന്നുണ്ട് ആ കണക്ക് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊതുജനം മണ്ടന്മാരൊന്നുമല്ലോ. നിങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഞാനും ഒക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. അവരുടെ കണക്കിൻ പ്രകാരം കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരേ സിനിമ മാത്രമാണ് ഹിറ്റായിട്ടുള്ളതെന്നുള്ളതാണ്. ഈ താരങ്ങൾ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ സെലക്റ്റീവ് ആണെന്നുള്ള സന്ദേശം കൂടെയാണോ വരുന്നത്? അങ്ങനെ അതൊരു ക്രിയേറ്റീവ് സജഷൻ ആണെങ്കിൽ അത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. കാരണം താരങ്ങൾക്ക് സുരേഷ് ഏട്ടന്റെ വക ഒരു ഉപദേശമാണെങ്കിൽ അത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. അത് അവർ തീരുമാനിക്കട്ടെ. അപ്പം അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ പുള്ളി കണക്ക് പറഞ്ഞതിനകത്ത് ഒരു 4 ആഴ്ചയെങ്കിലും കളക്ഷന് വേണ്ടി സമയം കൊടുക്കണ്ടേ? ഈ വെള്ളിയാഴ്ച റിലീസായ പടത്തെക്കുറിച്ച് ഞായറാഴ്ച കണക്ക് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കും എനിക്ക് ഊഹിക്കാം 2 ദിവസം കൊണ്ട് ഒരു സിനിമയുടെ കോസ്റ്റ് മലയാളത്തിൽ കവറാകും. അപ്പൊ അതിലൊക്കെ ചുമ്മാ ഒരു കുറ്റം കണ്ടെത്തുക. അതാണ് ഇത് എനിക്കും താങ്കൾക്കും സുരേഷ് ഏട്ടനും അറിയാം. പിന്നെന്തിനാ സുരേഷ് ഏട്ടൻ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത്? അത് മാറാൻ ഇപ്പം ഫസ്റ്റ് ഡേ തൊട്ട് ഫുള്ളാകുന്ന ആരുടെ പടങ്ങളാണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ? ഫസ്റ്റ് ഡേ തൊട്ട് ഹൗസ്ഫുൾ ആകുന്ന താരങ്ങളുടെ പടങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ താരങ്ങൾ, സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് ഇപ്പൊ ഈ ആധുനിക ലോകത്ത്, ഈ കച്ചവട വ്യവസ്ഥതയുള്ള ലോകത്തിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ മൂല്യം അനുസരിച്ച് അതിന്റെ ചെലവ് കൂടും, ഇല്ലേ? സ്വാഭാവികമല്ലേ? അപ്പൊ അവരെ അത്രയും വില കൊടുത്താണ് അവരെ സിനിമയിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കച്ചവടം ഉണ്ടെന്ന് ഇവർക്കും അറിയാവുന്നതല്ലേ? ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടങ്ങളിൽ കൂടെ അല്ലേ അവർ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അമ്മയിൽ ഒരു പ്രതിസന്ധിയില്ല. അതുകൊണ്ടാണല്ലോ പ്രതികരിച്ചത്. അമ്മയിൽ എന്ത് പ്രതിസന്ധിയാണുള്ളത്? നമുക്കൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നിങ്ങൾ ചാനലുകാരിലൂടെ ജനങ്ങളിലോട്ട് കുറെ സാധനങ്ങൾ എന്താണ് സത്യം എന്ന് നമുക്കറിഞ്ഞുള്ളത് പോലീസും കോടതിയും തീരുമാനിക്കട്ടെ. വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഭരണ സാരഥ്യത്തിലുള്ള 1-2 പേരുടെ പേരുകൾ അതിനകത്ത് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ ബോധമുള്ള സംഘടനയായതുകൊണ്ട് ഞങ്ങൾ ആ കമ്മിറ്റി പിരിച്ചിട്ട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ശരിയാണോ? ആ അഡ്ഹോക് കമ്മിറ്റിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അമ്മ 506 പേരടങ്ങുന്ന ഒരു നല്ല സംഘടനയാണ്. അത് ആർട്ടിസ്റ്റുകളുടെ വെൽഫെയറിനും വെൽബീയിങ്ങിനും വേണ്ടിയുള്ളതാണ്. ഞങ്ങളൊരു 116 പേർക്ക് 5000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം ചരിത്രത്തിലാദ്യമായി 30 വർഷം കൂടി അമ്മ ആദ്യമായിട്ടൊരു കുടുംബ സംഗമം വെച്ചു. ആ കുടുംബ സംഗമം വളരെ വലിയ വിജയമായിരുന്നു. നിങ്ങൾ മാധ്യമക്കാർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അതിനുശേഷം ഞങ്ങൾ റിപ്പബ്ലിക് ഡേ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ആചരിക്കേണ്ടായി. ഇനിയിപ്പോൾ മാർച്ച് 8-ാം തീയതി വിമൻസ് ഡേ, അത് ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാനും ആചരിക്കാനുമുള്ള തിടുക്കത്തിലാണ്. അമ്മയ്ക്കൊരു കുഴപ്പമില്ല. അമ്മ വളരെ ശക്തമായിട്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ അന്ന് കുടുംബസംഗമത്തിൽ ഞങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നു, അമ്മയിലെ എല്ലാ മെമ്പേഴ്സിനും ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് മരുന്നിൽ വീട്ടിലെത്തിക്കുന്നു. എന്റെ കയ്യിൽ കിടപ്പുണ്ട് ഫോട്ടോസ്. അമ്മയുടെ പൊതിയിൽ മരുന്നുകൾ ഈ ജനുവരി മാസത്തിൽ 26 പേർക്ക്, ആദ്യത്തെ 26 പേർക്കും അവർ കഴിക്കുന്ന മരുന്നുകൾ ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ഇത്രയും വാചകം. ഏത് സംഘടന ലോക സിനിമയിൽ
ഞാൻ മലയാളം പറയുന്നില്ല, തമിഴ് പറയുന്നില്ല, ഇന്ത്യയിൽ പറയുന്നില്ല, ലോകത്തിൽ എവിടെയെങ്കിലും ഒരു താരങ്ങളുടെ സംഘടനയോ ഒരു സംഘടനയോ അവരുടെ അംഗങ്ങൾക്ക് മരുന്ന് ഫ്രീ ആയിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെയും ഞങ്ങളുടെ അഭിലാകാംക്ഷികളുടെയും സ്നേഹത്തിനും സേവനത്തിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്നതാണ്. അത് അങ്ങേയറ്റം നല്ല രീതിയിൽ പോവും. ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് ധരിക്കുന്നവർക്ക് ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ.